നാളെ ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. ഇന്ന് ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനം. കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുവാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, വിഭജന ഭീതി അനുസ്മരണ ദിനം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഒരു പുസ്തകമെങ്കിലും വായിച്ചിരിക്കണം. അത് സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന ഈ പുസ്തകമെങ്കിലും വായിച്ചിരിക്കണം. അതിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. എന്നാലും എന്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിച്ച് നിങ്ങളോട് പറയുക. മതരാജ്യം വേണമെന്ന് ജിന്ന വാശി പിടിച്ചതുപോലെ ഇന്ത്യ വിഭജിക്കാൻ പറ്റുകയില്ല എന്ന് ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അന്ന് തന്നെ കിട്ടടങ്ങാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ അന്ന് ആ പ്രശ്നം തുടങ്ങി ഇന്ന് ഈ ദിവസം വരെ തീവ്രവാദവും പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള തർക്കങ്ങളും അക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ജിന്ന ചഞ്ചലനകത്ത് നിന്നു. പാകിസ്ഥാൻ നേടിയേ അടങ്ങൂ എന്ന ദുർവാശി ചിത്തഭ്രമമായി മാറിയ മട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്ന് മൗണ്ട് ബാറ്റൻ ദുഃഖത്തോടെ മനസ്സിലാക്കി. ജിന്നയെ സംബന്ധിച്ചിടത്തോളം താൻ നിർദ്ദേശിക്കുന്ന വിഭജനം സ്വാഭാവികമായ മാർഗമായിരുന്നു. പക്ഷേ ആ വിഭജനത്തോടെ രൂപം കൊള്ളുന്നത് കെട്ടുറപ്പുള്ള രാജ്യമായിരിക്കണം. അതിനർത്ഥം ഇന്ത്യയിലെ രണ്ടു വലിയ സംസ്ഥാനങ്ങളായ പഞ്ചാബും ബംഗാളും അവയിൽ ഓരോന്നിലും വമ്പിച്ച ഹിന്ദുജന സംഖ്യയുണ്ടെങ്കിൽ പോലും പാകിസ്ഥാനിൽ ചേരണം എന്ന് ജിന്ന വാദിച്ചു. വിഭജനത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഗാന്ധിജിയുമായി മൗണ്ട് ബാറ്റൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി ജിന്ന എത്ര വാശി കാണിച്ചോ, എന്നാൽ ഗാന്ധിജി ഇവിടെ ചെയ്ത് എന്താണെന്ന് ഞാൻ വായിച്ചുതരാം. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. മൗണ്ട് ബാറ്റനെതിരായി ഇന്ത്യയിലെ ജനങ്ങളെ തട്ടി ഉണർത്തേക്കാവുന്ന ആ ശബ്ദം അന്ന് പുറപ്പെടുകയില്ല. ആഴ്ചയിൽ ഒരു ദിവസം തിങ്കളാഴ്ച മൗനവ്രതം ആചരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ശപഥം ചെയ്തിരുന്നു. മൗണ്ട് ബാറ്റൻ അക്ഷമയോടെ പ്രതീക്ഷിച്ചിരുന്ന മറുപടി അന്ന് ലഭിക്കാനിടയില്ല. ജിന്ന ഒരു ക്ഷയരോഗിയായിരുന്നു, മരണത്തെ കാത്തു കഴിഞ്ഞിരുന്ന ഒരാൾ. പക്ഷേ അയാളുടെ വാശി പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കുന്നിടയായി. എന്നാൽ ഗാന്ധിജി മൗനവ്രതം ആചരിച്ചു ആ സമയം. അതിന് മുമ്പ് ഗാന്ധിജി മൗണ്ട് ബാറ്റനുമായിട്ട് മറ്റൊരു കൂടിക്കാഴ്ച നടന്നുണ്ട്. അന്ന് ഗാന്ധിജി വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത് സോളമന്റേതുപോലുള്ള ഒരു വിധിക്ക് പോലും അദ്ദേഹം തയ്യാറായിരുന്നു. കുഞ്ഞിനെ രണ്ടായി മുറിക്കാതെ മുഴുവനും മുസ്ലിങ്ങൾക്ക് നൽകുക, 30 കോടി ഹിന്ദുക്കളെ മുസ്ലിം ഭരണത്തിന് കീഴിലേക്ക് മാറ്റി എതിരാളികളായ ജിന്നയോട് മുസ്ലിം ലീഗിനോട് ഗവൺമെന്റ് രൂപവൽക്കരിക്കാൻ ആവശ്യപ്പെടുക, ആ ഗവൺമെന്റിന് അധികാരം കൈമാറ്റം ചെയ്യുക, താൻ ആവശ്യപ്പെട്ട പങ്കിന് പകരം ഇന്ത്യ മുഴുവൻ ജിന്നയ്ക്ക് നൽകുക. അങ്ങനെ അമ്പരപ്പിക്കുന്ന ഒരു ഭ്രാന്താവേശത്തിൽ ഹിന്ദു സിഖ് വിഭാഗങ്ങളും മുസ്ലിങ്ങളും പരസ്പരം ആക്രമിച്ചു. മുസ്ലിങ്ങളായ ഒരു ഡസനോളം തെരുവുപോക്കിരികൾ ഇടവഴിയിൽ നിന്ന് ഓടിയെത്തി. സിംഗിന്റെ കാൽ ഒരു വാൾ കൊണ്ട് മുട്ടിന്മേൽ വെച്ച് അവർ വെട്ടിമാറ്റി. ഒരു നിമിഷത്തിനകം അയാളുടെ 90 തികഞ്ഞ പിതാവിനെയും ഏകപുത്രനെയും അവർ കൊന്നു കഴിഞ്ഞു. സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കെ അയാൾ അവസാനമായി കണ്ട കാഴ്ച പേടിച്ച് അലമുറയിടുന്ന തന്റെ 18-കാരിയായ പുത്രിയെ താൻ 15 വർഷം ചായ നൽകിപ്പോന്ന മനുഷ്യൻ തോളിലേറ്റി കൊണ്ടുപോകുന്നതാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായിട്ടുള്ള പാലായനങ്ങൾ, കൊലപാതകങ്ങളൊക്കെ ഉണ്ടായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഭാഗം വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ പരസ്പരം കൊണ്ടുപോയിട്ടുണ്ട്. നാണയത്തുട്ടുകൾ, ബാങ്ക് രേഖകൾ, ബാങ്കുകൾ, പട്ടാളക്കാർ എല്ലാം കീറിമുറിച്ച് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഉൾപ്പെടെ കീറിമുറിച്ച് ഭാഗം വെച്ച് കൊണ്ടുപോയി. മരിക്കാതിരിക്കാൻ വേണ്ടി, ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കാൻ വേണ്ടി, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അതിൽ ചിലർ ചെയ്തത് മതപരിവർത്തനം ചെയ്ത ഓരോരുത്തർക്കും ഓരോ പുതിയ മുസ്ലിം പേര് നൽകപ്പെട്ടു. അവരെ കൊണ്ട് ഖുറാനിലെ ഓരോ പദ്യങ്ങൾ ചൊല്ലിച്ചു. പിന്നീട് അവരെ പള്ളിമുറ്റത്തേക്ക് തെളിച്ചു കൊണ്ടുപോയി. അവിടെ ഒരു പശുവിനെ പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരായി ആ ഹിന്ദുക്കളെ ഓരോ കഷ്ണം പശുവിനെ തീറ്റിച്ചു. ആ നിമിഷം വരെ സസ്യബുഖാരുന്ന ദാസിന് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നി. പക്ഷേ അയാൾ അത് നിയന്ത്രിച്ചു. കാരണം അവരുടെ ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെടും. ഈ പുസ്തകത്തിൽ ഒരു അധ്യാപകന്റെ കുടുംബത്തിൽ സംഭവിക്കുന്നതും പറയുന്നുണ്ട്. അവർ രക്ഷയ്ക്കായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. പക്ഷേ അവരെ തേടി പിടിച്ച് മുസ്ലിം തീവ്രവാദികൾ കൊന്നുകളയാണ് ഉണ്ടായത്. ആ ഭാര്യയുടെ മുന്നിൽ വെച്ച്, മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ആ ഭർത്താവിനെയും മകനെയും കൊന്നു, അതിക്രൂരമായി കൊന്നു, കൊലപ്പെടുത്തി. അപ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ മകൻ അവസാനം വെള്ളം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്തൊരു വികാരപരമായിട്ടുള്ള ഒരവസ്ഥ.